ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ റിപ്പീറ്റ് ആഫ്റ്റർ മീ. അപ്പോൾ ഞാനിന്നൊരു DIY വോൾ ഹാങ്ങിങ്ങിൻ്റെ വീഡിയോ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ഈ ഒരു വോൾ ഹാങ്ങിങ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കാർഡ്ബോർഡ് എടുക്കാം. ഞാൻ എന്തോ മേടിച്ചപ്പോൾ ഈ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സില്ലേ, അതിൻ്റെ ഒരു കാർഡ്ബോർഡാണ് ഞാൻ എടുക്കുന്നത്. വലിയ തിക്കായിട്ടുള്ളത് വേണമെന്നില്ല, തിക്കായിട്ട് കട്ടിയുള്ള കാർഡ്ബോർഡൊന്നും വേണമെന്നില്ല കേട്ടോ. ഇതുപോലെ അത്യാവശ്യം തിന്നായിട്ടുള്ള ബോക്സിൻ്റെ ഒക്കെ കാർഡ്ബോർഡാണെങ്കിലും മതി. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം എത്ര വലുപ്പമുള്ള ഒരു ക്ലൗഡാണോ നമുക്ക് വേണ്ടത് അത്രയും വലുപ്പത്തിലൊരു ക്ലൗഡ് വരയ്ക്കണം. അത് നല്ലതായിട്ട് വരയ്ക്കാൻ പറ്റുന്നവർക്ക് നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട്, ഇപ്പോൾ ചെറിയ ക്ലൗഡ് മതിയെങ്കിൽ ചെറുത് വരയ്ക്കാം. അതല്ല വലിയ ക്ലൗഡ്, കുറച്ച് വലിയ വോൾ ഹാങ്ങിങ് ആണ് വേണ്ടെങ്കിൽ വലിയൊരു ക്ലൗഡ് നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ ഇതുപോലെ വരയ്ക്കരുത്, വൃത്തിയായിട്ട് വരയ്ക്കണം. ഞാൻ പിന്നെ വൺ ടൈം ആദ്യമായിട്ട് വരച്ചെടുക്കുന്നതുകൊണ്ട് എനിക്ക് ആദ്യം ഇങ്ങനെ വരത്തുള്ളൂ. അത് ആര് വരച്ചാലും ആദ്യം കുറച്ച് ഇതായിട്ട് വരും. അപ്പോൾ സാരമല്ല, പിന്നെ രണ്ടാമത്തെ ട്രയൽ അത് ശരിയാക്കിയാൽ മതി. അങ്ങനിപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ തന്നെ വെച്ചത്. അപ്പം ആ ഒരു കാർഡ്ബോർഡിൽ നമ്മൾ ആ ഒരു ക്ലൗഡിൻ്റെ ഷേപ്പ് വരച്ചിട്ട് ഒരു കാർഡ്ബോർഡ് കട്ടർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബ്ലേഡ് എന്തെങ്കിലും വെച്ച് നമുക്ക് ആ ഒരു ക്ലൗഡ് നമുക്ക് വരച്ച് വെട്ടിയെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഞാനത് ആ കാർഡ്ബോർഡിൽ നിന്ന് ആ ക്ലൗഡ് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലൊക്കെ ആ ക്ലൗഡിൻ്റെ ഷേപ്പ് വരെ. ഇനി നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു ഗ്ലിറ്റർ പേപ്പർ കിട്ടും, ഗ്ലിറ്റർ ചാർട്ട്. അങ്ങനെ റോളായിട്ട് കിട്ടുന്ന, അത് ഓൾമോസ്റ്റ് ഈ പേപ്പർ മാർക്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു റോളാണ്. അപ്പം ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, A4 സൈസ് പേപ്പറില്ലേ, അതായത് വൈറ്റ് പേപ്പർ, ഈ ക്രയോൺ വെച്ച്, ഈ ലൈറ്റ് ബ്ലൂ കളർ ക്രയോൺ വെച്ച് ജസ്റ്റ് ഒന്ന് കളർ ചെയ്തെടുത്താലും മതിയാവും. ഇതുപോലത്തെ A4 സൈസ് പേപ്പർ അത് വെക്കുമ്പം ആ A4 സൈസ് പേപ്പറിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെട്ടിയെടുത്ത് ആ ഒരു ക്ലൗഡ് വെക്കണം. എന്നിട്ട് അത് ട്രേസ് ചെയ്ത്, അപ്പോൾ പേപ്പറിൽ നിന്ന് ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ട് അത് ആ ക്ലൗഡിൻ്റെ മുകളിൽ ഒട്ടിച്ചാലും മതിയാവും. എന്നിട്ട് പിന്നെ കളർ ചെയ്താൽ മതി. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്ലിറ്റർ പേപ്പർ അവൈലബിൾ ആയിരുന്നു, അതുകൊണ്ട് ഞാനിതിപ്പോൾ യൂസ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളത് A4 സൈസ് പേപ്പർ വെച്ചായിരുന്നു. ഇപ്പോൾ ഗ്ലിറ്റർ പേപ്പർ തന്നെ വേണമെന്നില്ല കേട്ടോ, ഓപ്ഷണല്ല. A4 സൈസ് പേപ്പറാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഗ്ലിറ്റർ പേപ്പറിൻ്റെ മുകളിൽ ഞാൻ ആ ഒരു കാർഡ്ബോർഡിൻ്റെ വെട്ടിയെടുത്ത ആ ഒരു ക്ലൗഡ് ഷേപ്പ് വെച്ച് അതൊന്ന് ട്രേസ് ചെയ്യുവാണ് ആദ്യം. അപ്പോൾ ഞാനതൊന്ന് ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പർ ഓൾറെഡി സ്റ്റിക്കർ പേപ്പറാണ്, അപ്പോൾ അതൊന്ന് നമുക്ക് മുകളിൽ ഒട്ടിക്കാം. ഞാനപ്പോൾ ആ കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് ഈ ഗ്ലിറ്റർ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഷേപ്പ് വരും. എക്സസ് ആയിട്ട് വരുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. അതോ കറക്റ്റ് ഷേപ്പ് വരച്ചെടുത്താണെങ്കിൽ എക്സസ് ആയിട്ടൊന്നും വരത്തില്ല. പിന്നെ അടുത്ത് നമുക്ക് വൈറ്റ് ചാർട്ട് പേപ്പർ എടുത്ത് അവിടെ നമുക്കിഷ്ടമുള്ള സൈസ്, ചെറുതാവണമെങ്കിൽ ചെറുതാവാം,
അല്ലെങ്കിൽ കുറച്ച് വലുപ്പം വേണമെങ്കിൽ വലുപ്പമുള്ളതായിട്ട് ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കണം. നമ്മുടെ മഴത്തുള്ളിയുടെയൊക്കെ ഷേപ്പ് പോലെ ഒരു ഷേപ്പ് വരയ്ക്കണം. അത് ആ ക്ലൗഡിന് ചേർന്ന ഒരു വലുപ്പവും ആയിരിക്കണം ആ ഒരു ഓവൽ ഷേപ്പിന്. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയൊരു ക്ലൗഡാണ് വരച്ചത്, അതുകൊണ്ട് കുറച്ച് ഇത്രയും വലുപ്പമുള്ളത് ഞാൻ വരച്ചു. ഇത് നമുക്ക് ഈ ചാർട്ട് പേപ്പറിൽ നിന്ന് മുറിച്ചെടുക്കണം. ഇതുപോലത്തെ കുറച്ച് പീസ് നമുക്ക് മുറിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 10-12 പീസ് മുറിച്ചിട്ടുണ്ട്. എല്ലാം മുറിക്കും, എല്ലാം സെയിം സൈസ് ആയിരിക്കണം. ഒരെണ്ണം ആദ്യം കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ട്രേസ് ചെയ്ത് അടുത്തത് എല്ലാം മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിന് കളർ അടിക്കണം. ഈ നമ്മൾ വെട്ടിയെടുത്തതിനെല്ലാം പല കളേഴ്സ് അടിക്കണം. അപ്പോൾ കളർ അടിക്കുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്കെച്ച് പെന്നാണ് അല്ലെങ്കിൽ മാർക്കറാണ്. കാരണം എൻ്റെ കയ്യിൽ വാട്ടർ കളറോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റോ എല്ലാ കളർ അവൈലബിൾ അല്ലായിരുന്നു. അപ്പം ഞാനിവിടെ മാർക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വാട്ടർ കളറൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അപ്പം ഞാനിവിടെ മാർക്കറാണ് അല്ലെങ്കിൽ സ്കെച്ച് പെന്നുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഓവൽ ഷേപ്പിൽ ഒരു പേപ്പർ എടുക്കുക. അതിലേക്ക് ഞാൻ ആദ്യം ഗ്രീൻ കളറാണ് അടിക്കുന്നത്. ഫുൾ അടിക്കണം. ആ ഒരു പേപ്പർ ഒരു വശം ഫുൾ അടിക്കണം. അപ്പോൾ ഒരു സൈഡ് ഫുള്ള് ആ ഒരു ഗ്രീൻ കളർ ഞാൻ അടിച്ചിട്ടുണ്ട്. ഒരു സൈഡ് മാത്രമേ അടിക്കാവൂ. ഇപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ വിടുക. ഇപ്പുറത്തെ സൈഡ് അടിക്കരുത്. ഒരു സൈഡ് മാത്രം അടിക്കുക. അപ്പം അങ്ങനെ എല്ലാ പേപ്പറും ഒരു സൈഡ് മാത്രം പല കളർ വെച്ച് നമുക്ക് അടിക്കണം. അങ്ങനെ ഞാൻ പല കളർ വെച്ച് അടിച്ച് എല്ലാത്തിനും പല കളേഴ്സ് വെച്ച് ഞാൻ ഒരു സൈഡിൽ മാത്രം അടിച്ചിട്ടുണ്ട്. നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഒരു ചാർട്ട് പേപ്പർ എടുക്കണം. വൈറ്റ് ചാർട്ട് പേപ്പർ തന്നെ എടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഓവൽ ഷേപ്പായിരുന്നു വരച്ചിരുന്നത്. ഇനി നമുക്ക് ചെറിയ ക്ലൗഡ്, മിനി ക്ലൗഡ്, നമ്മൾ ബോഡി ക്ലൗഡ് വലുപ്പമുള്ളത് വരച്ചു. അതിനേക്കാൾ ഏറ്റവും ചെറിയൊരു ക്ലൗഡ് നല്ല ഷേപ്പിൽ വരയ്ക്കണം. അതിൻ്റെ അടുത്തത് ഈ ഒരു ക്ലൗഡ് ചെറിയ ക്ലൗഡ് മതി കേട്ടോ. വൈറ്റ് ചാർട്ട് പേപ്പറിൽ ഇത് നമുക്കിനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്ത ഒരു ക്ലൗഡാണിത്. ഇതിൽ നിന്ന് നമുക്ക് കളർ അടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ബ്ലൂ മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് അടിക്കേണ്ട ഒരു രീതിയുണ്ട്, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ മാർക്കറിൻ്റെ ആ ഒരു വൈറ്റ് പോയിൻ്റ് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യുകയാകാവൂ. ഫുൾ അടിക്കല്ലേ. നമ്മൾ നേരത്തെ ഓവൽ ഷേപ്പിൽ ആ ഒരു സൈഡ് ഫുള്ള് നമ്മൾ ആ ഒരു കളർ അടിച്ചിരുന്നു. പക്ഷേ ക്ലൗഡിന് ഫുള്ള് നമ്മൾ ആ കളർ അടിക്കരുത്. അവിടെ ഇവിടെയും ആ ഒരു വൈറ്റ് ചാർട്ട് പേപ്പറിൻ്റെ ആ ഒരു വൈറ്റ് കളറ് നമുക്ക് കാണണം. ക്ലൗഡ് നമുക്ക് ശ്രദ്ധിച്ചാലും അറിയില്ല, അവിടെ ഇവിടെ ആയിട്ട് വൈറ്റ് കളറൊക്കെ ഉണ്ടല്ലോ, എല്ലാം അങ്ങ് നീല കളറല്ലല്ലോ. അപ്പോൾ ആ ഒരു ഇത് വരുത്താനായിട്ട് ഇത് ഒറ്റ സൈഡ് മാത്രമേ അങ്ങനെ കളർ അടിക്കാവൂ. ഇപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ വിടുക. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് ഒരു കുറച്ച് ക്ലൗഡ് വെട്ടിയെടുത്ത് ഒരു സൈഡ് മാത്രം അങ്ങനെ മാർക്കറിട്ട് കളർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കളർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫുൾ അടിക്കരുത്. അവിടെ എവിടെയായിട്ട് ആ ചാർട്ടിൻ്റെ ആ ഒരു വൈറ്റ് കളറ് കാണണം. അപ്പോൾ നമ്മുടെ ക്ലൗഡ് വാൾ ഹാങ്ങിങ്ങിന് ഹാങ് ചെയ്യേണ്ട ക്ലൗഡും ഇവിടെ റെഡിയാണ്. മറ്റേ മഴത്തുള്ളി ഓവൽ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തതും ഇവിടെ റെഡിയാണ്. ഇനി ഇതിത്രയും റെഡിയായി കഴിഞ്ഞാൽ അത് മാറ്റി വെക്കുക. നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ബോഡി ക്ലൗഡിൻ്റെ ബാക്ക് സൈഡ് എടുക്കണം. ബാക്ക് സൈഡിൽ ഇപ്പം എത്ര ത്രെഡാണോ നിങ്ങൾ ഹാങ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഈക്വൽ ഡിസ്റ്റൻസിൽ ഒരു മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 4 ത്രെഡ് ഹാങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ 6.5 സെൻറ്റിമീറ്റർ ഡിഫറൻസിൽ ഞാൻ 4 പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ബോഡി ക്ലൗഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട്. എന്നിട്ട് ടോയിൻ ത്രെഡ് എടുക്കുക. ടോയിൻ ത്രെഡും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ടോയിൻ ത്രെഡ് ഇല്ലെങ്കിൽ ഈ സാധാ സൂയിങ് ത്രെഡ് ആയാലും യൂസ് ചെയ്യാം, വൈറ്റ് കളർ യൂസ് ചെയ്യാം. 2 പിരിയായിട്ട് അത് പിരിക്കണമെന്നേ ഉള്ളൂ.
അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ടോയിൻ ത്രെഡ് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ടോയിൻ ത്രെഡ് യൂസ് ചെയ്തു. എന്നിട്ട് ആ ഒരു ക്ലൗഡിൽ നമ്മൾ ആദ്യം ഒന്ന് വെച്ച് നോക്കണം. ആ ഒരു ത്രെഡ് എത്ര നീളം വന്നാലായിരിക്കും ആ ഒരു ക്ലൗഡിന് ഭംഗിയായിട്ട് വരിക എന്നുള്ളത് നോക്കണം. ഞാനിവിടെ ഇത് ഒരുമാതിരി വലിയൊരു ക്ലൗഡ് ആയതുകൊണ്ട് അതിന് കുറച്ച് നീളം വന്നാൽ കുഴപ്പമില്ല, അധികം വൃത്തികേടില്ല. അപ്പോൾ ഞാനൊരു 25 സെൻറ്റിമീറ്റർ ഓരോ ത്രെഡിനും വെച്ച് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. 4 ത്രെഡും 25 സെൻറ്റിമീറ്റർ വെച്ച് തന്നെ എടുക്കണം. അപ്പോൾ 4 ത്രെഡ് ഞാൻ 6.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ വന്ന് കിടക്കുന്ന അതിൻ്റെ ലെങ്ത് എല്ലാത്തിൻ്റെയും സെയിം തന്നെ ആയിരിക്കണം. അപ്പോൾ ഞാനാണെങ്കിൽ ആ ഒരു പേപ്പർ ഒരുമാതിരി എങ്ങനെ വെച്ചാലായിരിക്കും അതിന് ഭംഗി എന്നുള്ള രീതിയിൽ ആദ്യം ഒന്ന് നമ്മൾ വെച്ച് നോക്കണം. എന്നിട്ടേ അത് ഒട്ടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ഇതിലാണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒട്ടിക്കേണ്ട എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ആ ഒരു ഓവൽ ഷേപ്പ് എടുക്കുക. അതിൽ ഫെവിക്കോൾ കുറച്ച് നടുക്കായിട്ട് നീളത്തിൽ ആദ്യം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഓറഞ്ച് കളറായിരുന്നു ആ ഓവൽ ഷേപ്പിന്, അപ്പോൾ വേറൊരു ഓറഞ്ച് കളറിലെ ഓവൽ ഷേപ്പ് എടുക്കുക. എന്നിട്ട് അതിൽ ഫെവിക്കോൾ ഫുൾ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ആദ്യം നമ്മൾ ആ നടുക്ക് മാത്രം അപ്ലൈ ചെയ്ത് ആ ഒരു പേപ്പർ ത്രെഡിൻ്റെ ഇടയിൽ നടുക്കായിട്ട് വെക്കുക. ത്രെഡിൻ്റെ താഴെ നടുക്കായിട്ട് വെക്കണം. എന്നിട്ട് അടുത്ത പേപ്പർ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കണം. ഇങ്ങനെ 2 എണ്ണം ഇങ്ങനെ മുകളിലും താഴെയായിട്ടും വേണം ഒട്ടിച്ച് വെക്കാൻ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫാനൊക്കെ ഇടുമ്പോഴാണെങ്കിലും ഈ വോൾ ഹാങ്ങിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനായിട്ട് ഈ പേപ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് കിടക്കും. അപ്പം ഒരു വൃത്തികേട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും അതേ ഷേപ്പിൽ അതേ കളറിൽ തന്നെ ഒട്ടിക്കുന്നത്. അങ്ങനെ ബാക്കിയെല്ലാം ഒട്ടിക്കണം. അപ്പോൾ ഞാനങ്ങനെ ബാക്കിയെല്ലാം ഒട്ടിച്ചതാണ്. എനിക്ക് ഈ ഒരു ഷേപ്പാണ് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. ഇങ്ങനെ ഒട്ടിക്കുന്നതാണ് നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒട്ടിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ DIY വോൾ ഹാങ്ങിങ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. റിപ്പീറ്റ് ആഫ്റ്റർ മീ. അപ്പോൾ താങ്ക് യു.